വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ കറി വെക്കാം നോക്കാം. അപ്പോൾ ഞാനിവിടെ സവാള, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, പിന്നെ മല്ലിയില, വേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇടാം. സവാള ഇട്ട് നല്ലോണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ സവാള മറ്റേ അരിഞ്ഞ് വെച്ച എല്ലാ ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ എന്തോരം ചിക്കൻ എടുക്കണം അതനുസരിച്ചിട്ട് ഇതൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ അതിന് ഏകദേശം ഒരു ഇതിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് ചിക്കൻ കുറവാണെങ്കിൽ അതിനനുസരിച്ച് സവാള ഒട്ടും അധികം എടുക്കേണ്ട കാര്യം, കറിക്ക് മധുരം വരും. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പൊട്ടറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇതവിടെ അമ്മ വെക്കുന്ന കറിയാണ്. ഇപ്പം ഞാൻ മമ്മിയുടെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ വെക്കാമെന്ന് കരുതി കറി. ഇതൊന്ന് നല്ലോണം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കിട്ടണം. അത് കഴിയുമ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. സവാള ഇതും ആയി വരുന്നേ ഉള്ളൂ. ഇത്തിരി കൂടി ഒന്ന് ഷെയ്ഡ് മാറി കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ മുളക് പൊടികളൊക്കെ എടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു ഇതിലാണ് എടുത്തേക്കുന്നത്. അതേ വെള്ളം ചേർത്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ പറ്റാത്തവർ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്തോ. വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളമൊക്കെ ആവശ്യത്തിന് ഇടുക. കുറച്ചും കൂടി വെള്ളം വേണം. ഇപ്പം ഏകദേശം ഇത്തിരി വെള്ളവും ചേർത്ത് ഞാൻ നല്ലോണം ഇതാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് വാടി കിട്ടണം. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അതും കൂടി ഒന്ന് വാടി കിട്ടും, ഒന്ന് ഉടനൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കിയിരിക്കണം. എന്നാലേ ആ ഒരു മൂത്ത മണമൊക്കെ വരുള്ളൂ. വന്നു കഴിയുമ്പോൾ നമുക്ക് കഴുകി വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനും പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യണം. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വാടി വരുമ്പോഴത്തേക്കും ആ മസാല ആഡ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ അരപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് ഒന്ന് മൂത്ത് വരണം. ഇപ്പം തന്നെ അങ്ങോട്ട് പെട്ടെന്ന് ചിക്കനൊന്നും ആഡ് ചെയ്യരുത്. ഇത് നല്ല മൂത്ത് നല്ല ആ ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനും പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യാം.
ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ മസാല വെച്ച പാത്രം അപ്പം തന്നെ നിങ്ങൾ സിങ്കിലേക്കൊന്നും ഇടരുത്. നമുക്കത് നോക്കിയിട്ടും വെള്ളം ഒഴിച്ചിടണം. കാര്യം അധികം വെള്ളം വേണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം വന്നത് കാരണം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. എല്ലാം കൂടി ഇട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ട്രൈപോഡ് എടുത്തില്ല, അല്ലെങ്കിൽ അത് വെച്ചിട്ടൊന്നും ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ. നമുക്ക് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാം. ഞാൻ പൊട്ടറ്റോ ഇടുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടും കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്തിട്ടും അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടും ഒന്നും കൂടെ ഇളക്കി ഇനി മൂടി വെച്ച് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പോൾ അതേ ചിക്കൻ കറിയിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളം വറ്റിക്കഴിഞ്ഞിട്ട് ആഡ് ചെയ്താലും മതി. ചെറിയ മല്ലിയിലൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനിയും വറ്റാനുണ്ട്. വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മസാലയുടെ കൂടെ. അപ്പം ഇത് ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വറ്റാണ്ട് അത് കാരണം വറ്റിക്കാൻ വേണ്ടി വെച്ചേക്കണേണ്. കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ട് ബാലൻസ്. ലാസ്റ്റ് അതും കൂടി ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഇടണം. പൊട്ടറ്റോ ഒക്കെ നല്ലോണം ആയിട്ടുണ്ട്.